വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി കൽപ്പറ്റ നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വൈത്തിരി ചാരിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തവണ LDFന്റെ കയ്യിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? 100% പ്രതീക്ഷയുണ്ട്. വലിയ പ്രതീക്ഷയിലാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ് UDFന്റെ പ്രവർത്തകരും പൊതുസമൂഹം മുഴുവൻ. അതിൽ 2-3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്നൊരു പഞ്ചായത്താണ് വിഭവങ്ങൾ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും വൈത്തിരി പഞ്ചായത്ത്. പക്ഷേ അതിൻ്റെ ഒരു വലിയ അർത്ഥത്തിൽ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ പുവറായിട്ടുള്ള പെർഫോമൻസാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഓരോ വാർഡിലെടുത്തതായിരിക്കുന്ന വികസന പദ്ധതികൾ, പിന്നെ സർക്കാരിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിരിക്കുന്ന വികസനം, സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഭരിക്കുകയാണ് LDF. ആ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ നടപ്പിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. നിങ്ങൾ ഗ്രാമീണ റോഡുകൾ എടുത്തു നോക്കിയോ, ഈ പഞ്ചായത്തിലെ എത്ര റോഡ് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്, എത്ര പാലങ്ങൾ പൂർണ്ണമായി വരേണ്ടതുണ്ട്. ലൈഫ് മിഷനിൽ വീട് കിട്ടാത്തതായ ആളുകൾക്കുള്ള എഗ്രിമെന്റ് ഒപ്പുവെച്ചത് ഈ ഭരണം അവസാനിക്കാൻ പോകുന്ന ദിവസമാണ്. 5 കൊല്ലം എവിടെയായിരുന്നു വരെ? 5 കൊല്ലം പാവപ്പെട്ട ആളുകൾക്ക് വീടില്ല. ഇറങ്ങിപ്പോകുന്ന സമയത്ത് മുഴുവൻ എഗ്രിമെന്റ് ഒപ്പുവെക്കുക. അപ്പോൾ ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. സംസ്ഥാനം ആരാ ഭരിക്കുന്നത്? പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി റിമാർക്കോട് കൂടി നടക്കുന്ന ഒരു ഇലക്ഷനാണത്. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ജനങ്ങളുമായി, പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികൾ വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഷിഫ്റ്റ് ചെയ്ത പഞ്ചായത്ത് വൈത്തിരി പഞ്ചായത്ത്. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങൾ നോക്കണം. ഷാജി കുന്നത്താണ് ഇവിടെ ഈ വാർഡിൽ, ചാരിറ്റി വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തകൻ. ബോഡി എടുക്കാൻ, ബോഡി കൈകാര്യം ചെയ്യാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഓരോ സമയവും ആശുപത്രി മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുന്ന പ്രവർത്തനം. ഡോളി മെമ്പർ ഇവിടെ മത്സരിക്കുന്നു, പിന്നെ മുള്ളമ്പാറ വാർഡിൽ. ഇവിടെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് അംബേദ്കർ സെറ്റിൽമെന്റ് കോളനി പദ്ധതി ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ വിവിധങ്ങളായ പദ്ധതികൾക്ക് ഓടി നടന്ന് പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു മെമ്പറാണ് ഡോളി മെമ്പർ. ഡോളി മെമ്പർ അവിടെ ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ രാജനുണ്ട്. രാജൻ പിന്നെ നമ്മുടെ ലക്കിടി, പഴയ വൈത്തിരി, ഓൾഡ് വൈത്തിരി, ലക്കിടിക്കും പഴയ വൈത്തിരിക്കും ഇടക്കായിട്ടുള്ള 12ാം വാർഡിൽ നിന്നും ജനവിധി കേട്. രാജൻ അവിടെ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നല്ല താരനിര, കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത, മത്സരിച്ച് നേരിടാൻ പറ്റാത്ത ഒരു ഗംഭീര നിരയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഉൾപ്പെടെ. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ജ്യോതിഷ് ഒരു ചെറിയ ആളല്ല. ജ്യോതിഷ് ഒരു ജനബന്ധത്തിന്റെ ഒരു പ്രസ്ഥാനമാണ്. ജ്യോതിഷ് അത്രയധികം ആവേശത്തോടു കൂടി ജനങ്ങൾ രാവും പകലും ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉശിരൻ സ്ഥാനാർത്ഥികളെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പ്ലേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതും ഒറ്റക്കെട്ടായി, ഒരു വിഭാഗീയതയോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ ചരിത്രം വഴിമാറും. വൈത്തിരിയിൽ UDF വരും. 13-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രസിഡന്റിനെ ജനം ഇരുത്തും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. വൈത്തിരി വയനാട്ടിലേക്ക് വരുന്നതിന്റെ ഗേറ്റ് വേ ആണ്. വൈത്തിരിയിലേക്ക് വരുന്നതായിരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് അവര് പൂക്കോട് ലേക്കുണ്ട്, നമുക്ക് എന്നൂർ പോലെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്, മറ്റുള്ളതായിരിക്കുന്ന റിസോർട്ടുകളുണ്ട്, മറ്റുള്ളതായിരിക്കുന്ന ഇടങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഈ വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് ഒന്നിരുന്ന് റെസ്റ്റ് ചെയ്ത് അവർക്ക് പോകാനും സംവിധാനവും സൗകര്യപ്രദമായിട്ടുള്ള ഇടം തീർക്കാൻ സാധിച്ചോ? ബസ് സ്റ്റാൻഡ് തകർന്നു കിടന്നിട്ട് എത്ര കാലമായി? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന്റെ കാര്യത്തിൽ ചെയ്തു തീർക്കേണ്ട
നിരവധിയായ കാര്യങ്ങൾ, മാർക്കറ്റിന്റെ ഇഷ്യൂ, റോഡിന്റെ ഇഷ്യൂ, പാലങ്ങളുടെ ഇഷ്യൂ, ജനങ്ങളുമായി അവരുടെ ജനജീവിതവുമായി പിന്നെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നങ്ങൾ, SC ST വിഭാഗവുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പഞ്ചായത്താണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുമായിട്ട് UDF മുന്നോട്ട് പോകും. വൈത്തിരിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭരണകാലഘട്ടത്തിലെ സുവർണ കാലഘട്ടമായി ഈ 2025 ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വരുന്ന UDF ഭരണകൂടം മാറും. അതിന് വേണ്ട ഏതൊക്കെ പദ്ധതികൾ വേണോ, എവിടെ വിഭവമുണ്ടോ അത് പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടീമാണ് ഈ പുതിയ ടീം. ഹൈലി കമ്മിറ്റഡ് ആയ ടീമാണ്. ആ ടീം മാറ്റം കൊണ്ടുവരും.